ഹായ് ഓൾ മക്കളെ 8ാം ക്ലാസ്സിലെ NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സാൻഡുമായി ഒരുക്കുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് NMMS സൂപ്പർ ലീഗ് 4 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് NMMS വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂട്ടുകാർക്ക് കൂടി NMMS എഴുതുന്ന മുഴുവൻ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഒന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടോപ്പിക്കുകളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ചില ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം, ഒരുമിച്ച് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ അറിയുമോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചോദ്യം കാണുമ്പോൾ പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉത്തരം എനിക്കറിയോ, ഇതേ ഒരു ക്വസ്റ്റ്യൻ NMMSൽ ചോദിച്ചാൽ എനിക്ക് കിട്ടുമോ എന്നൊന്ന് സ്വയം ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. റെഡി ആണല്ലോ, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മാറ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാറ്റർ എല്ലാവർക്കും അറിയാം, പദാർത്ഥം അല്ലെ. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് മാറ്റർ ആണ്, പദാർത്ഥങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. Which of the following does not have a definite shape and volume? അല്ലെ, കൃത്യമായ ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത് ഈ പറഞ്ഞവയിൽ ഏതിനാണ്? ഐസ് ക്യൂബ് ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ ഉണ്ട്, ഗോൾഡ് ബാർ ഉണ്ട്, വാട്ടർ വേപ്പർ നീരാവിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതിനാണ് കൃത്യമായ ഷേപ്പും ഇല്ല, കൃത്യമായ വോള്യവും ഇല്ല? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. യെസ്, നമുക്ക് എല്ലാവർക്കും ഒരു ആൻസർ ഏതാ വരിക? ഓഫ് കോഴ്സ് അല്ലെ, ഈ പറഞ്ഞ ഓപ്ഷൻ ഡി ആയിരിക്കും വരിക, വാട്ടർ വേപ്പർ. എടാ നമുക്കറിയാം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം, ഇതിൽ ഇവയുടെ പ്രത്യേകത നമുക്കറിയാം. സോളിഡിന് കൃത്യമായ ഷേപ്പുണ്ട്, കൃത്യമായ വ്യാപ്തവുമുണ്ട്, ഫിക്സ്ഡ് ഷേപ്പുണ്ട്, ഫിക്സ്ഡ് വോള്യവും ഉണ്ട്. എന്നാൽ ലിക്വിഡ് ആണെങ്കിലോ അതിന് കൃത്യമായ ആകൃതി ഇല്ല, അഥവാ കൃത്യമായ ഷേപ്പ് ഇല്ല, പക്ഷെ എന്തുണ്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ള വോള്യം, വ്യാപ്തമുണ്ട്. ആകൃതിയില്ല, വ്യാപ്തമുണ്ട്. മൂന്നാമത്തേതായിരുന്നു നമ്മുടെ ഗ്യാസ്. ഫിക്സ്ഡ് ഷേപ്പും ഇല്ല, ഫിക്സ്ഡ് വോള്യവും ഇല്ല, കൃത്യമായ ആകൃതിയും ഇല്ല, വ്യാപ്തവും ഇല്ലാതാർക്കാണ്? ഗ്യാസ് ആണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ആർക്കാണ് മക്കളെ ഈ പറഞ്ഞ ഓപ്ഷൻ വരുന്നത്? ഗ്യാസ് ആയിട്ടുള്ള ആര് മാത്രമാണ്? നീരാവി മാത്രമാണ് അല്ലെ. ഐസ് കട്ട എന്താ? സോളിഡ് ആണ്. വാട്ടർ എല്ലാവർക്കും അറിയാം ലിക്വിഡ് ആണ്. സ്വർണം സോളിഡ് ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which among the following compounds sublimes on heating? താഴെ പറഞ്ഞവയിൽ ഏതാണ് ചൂടാക്കുമ്പോൾ ഉൽപ്പതനത്തിന് വിധേയമാകുന്നത്? നമുക്കറിയാം സബ്ലിമേഷൻ, നമ്മൾ ഓൾറെഡി നമ്മുടെ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് സബ്ലിമേഷൻ, ഉൽപ്പതനം. അപ്പൊ ഇതിൽ ഉൽപ്പതനത്തിന് വിധേയമാകുന്നത്, സബ്ലിമേഷന് വിധേയമാകുന്ന ഏതൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ്, അയോഡിൻ, നാഫ്തലീൻ, ഗ്ലൂക്കോസ് അല്ലെ. അപ്പൊ ഇതിനൊന്നും മലയാളം പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതിനൊക്കെ മലയാളം ഇത് തന്നെയാണ്. ഓക്കെ, ഇംഗ്ലീഷും മലയാളവും സെയിം ആണ്. അമോണിയം ക്ലോറൈഡും അയോഡിനും നാഫ്തലീനും ഗ്ലൂക്കോസും ആണ്. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഓപ്ഷൻ 1 and 2 ആണ് ഒന്ന് കൊടുത്തത്. ബി ഓപ്ഷൻ കൊടുത്തത് 3 ഓൺലി, അഥവാ നാഫ്തലീൻ മാത്രം ഉൽപ്പന്നത്തിന് വിധേയമാകും. ഓപ്ഷൻ സി കൊടുത്തത് 2 and 3, അയോഡിനും നാഫ്തലീനും ഉണ്ട്. ഓപ്ഷൻ ഡി 1, 2, 3. ഇത് ആദ്യത്തെ 3 ഉണ്ട്, ഗ്ലൂക്കോസ് ഒഴികെ ബാക്കിയെല്ലാം സബ്ലിമേഷന് വിധേയമാകുന്നതാണ്. എസ്, ഏതായിരിക്കും മക്കളെ ABCD ഏതാണ് കറക്റ്റ് ആൻസർ എന്നത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? സിമ്പിൾ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരിക. എടാ, ഉൽപ്പതനം എന്ന് പറഞ്ഞ സംഗതി എന്തായിരുന്നു? നമുക്കറിയാം, ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നതിന് ഒരുപാട് പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ സോളിഡ് ലിക്വിഡ് ആവുന്നതിന് മെൽറ്റിംഗ് അല്ലെ, അതേപോലെ തന്നെ ലിക്വിഡ് സോളിഡ് ആകുന്നതിന് ഫ്രീസിങ് അല്ലെ. ഒന്നെന്താണ് ഈ പറഞ്ഞ സോളിഡ് എന്താവാണ്, ഖരം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ്. ഇനി ലിക്വിഡ് ഗ്യാസ് ആകുന്നത് ഇവാപ്പറേഷൻ, ബാഷ്പീകരണം നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. അതേപോലെ തന്നെ ഗ്യാസ് തിരികെ ലിക്വിഡ് ആകുന്നത് കണ്ടൻസേഷൻ, സാന്ദ്രീകരണം. ഞാൻ ഇംഗ്ലീഷിൽ കൂടെ മലയാളവും പറയുന്നുണ്ട്, അതുകൊണ്ട് 2 മീഡിയംകാർക്കും പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്കറിയാം, സോളിഡ് നേരിട്ട് എന്താകുന്നു, ഗ്യാസ് ആകുന്നു. അതായിരുന്നു സബ്ലിമേഷൻ, ഉൽപ്പതനം അല്ലെ. സാധാരണഗതിയിൽ സോളിഡ് ലിക്വിഡ് ആവണം, ലിക്വിഡ് വീണ്ടും ഹീറ്റിനെ, താപത്തെ ആഗിരണം ചെയ്തിട്ടാണ് ഗ്യാസ് ആവുക. എന്നാൽ ഒരു സോളിഡ് നേരിട്ട് ഗ്യാസ് ആവുക, അതാണ് എന്ത്, സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റുള്ള പ്രവർത്തനത്തെ ഡീപ്പോസിഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോളിഡ് ആകുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഈ പറഞ്ഞ ഘനീഭവിക്കൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അല്ലെ.
ലിക്വിഡ് സോളിഡ് ആയാലും ഗ്യാസ് സോളിഡ് ആയാലും നമുക്കെന്ന് വിളിക്കാം സോളിഡിഫിക്കേഷൻ എന്ന് വിളിക്കാം. എന്നാൽ ഒരു ഗ്യാസ് സോളിഡ് ആകുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡീപ്പോസിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. മലയാളത്തിൽ അതിനെ എന്തുതന്നെയാണ്? ഘനീഭവിക്കൽ എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ സോളിഡ് നേരിട്ട് ഗ്യാസ് ആകുന്ന പ്രവർത്തനമാണ്. അപ്പൊ അതിന് 4-5 ആളുകളാണ് സ്ഥിരമായിട്ട് ആ ഒരു സംഗതിക്ക് വിധേയമാകുന്നത്. ആരൊക്കെയാണ്? ഒന്ന് അമോണിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് അല്ല കേട്ടോ, സോഡിയം ക്ലോറൈഡ് നമ്മൾ ഉപ്പാണ്, സോൾട്ട് ആണ്. അപ്പൊ ബട്ട് അമോണിയം ക്ലോറൈഡ് മറ്റൊരു കെമിക്കലാണ്. അമോണിയം ക്ലോറൈഡ്, അയോഡിന്, നാഫ്തലീൻ, പാറ്റ ഗുളിക എന്നൊക്കെ നമ്മൾ വിളിക്കണ നാഫ്തലീൻ. ഗ്ലൂക്കോസ് ഉണ്ടോ? ഇല്ല, ഗ്ലൂക്കോസ് സബ്ലിമേഷന് വിധേയമാകൂല കേട്ടോ. ഇതിന് പുറമെ പിന്നെ ആരൊക്കെയുള്ളത്? നമ്മളെ ക്യാംഫർ ഉണ്ട്, കർപ്പൂരം. അതോടൊപ്പം തന്നെ നമ്മളെ ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിച്ച പേരാണ് എന്ത്? ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ഈ നമുക്ക് സ്റ്റേജ് ഷോകളിലൊക്കെ ബാക്കിൽ ഫോഗി എഫക്റ്റ് ഉണ്ടാവൂലേ അല്ലേ? ആ ഫോഗി എഫക്റ്റിന് കാരണമായിട്ടുള്ള സംഗതി ഈ പറഞ്ഞ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഡ്രൈ ഐസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ, ഊർജം കൂടി വരുന്ന ക്രമത്തിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മാറ്ററുകളെ, പദാർത്ഥത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യാനാണ്. അതിൽ ഏതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓപ്ഷൻ എ കൊടുത്തത് എന്താ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. പ്ലാസ്മ നമുക്കറിയാം 4ാമത്തെ പദാർത്ഥത്തിന്റെ ഒരു രൂപമാണ് അല്ലെ. ഇനി ഗ്യാസ്, സോളിഡ്, ലിക്വിഡ്, പ്ലാസ്മ. ലിക്വിഡ്, ഗ്യാസ്, സോളിഡ്, പ്ലാസ്മ. പ്ലാസ്മ, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. അപ്പോൾ ഊർജം കൂടി വരുന്ന രൂപത്തിൽ ഇവയെ ക്രമീകരിച്ചാൽ ABCDയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മക്കൾ പറയണം. യെസ്, അപ്പൊ ആൻസർ കിട്ടിയ മക്കളെ, ഈ പറഞ്ഞ 4 സ്റ്റേറ്റിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക എന്നുള്ളത് യെസ് നമുക്ക് ഓൾറെഡി അറിയാം. സോളിഡ് നമുക്ക് ഓൾറെഡി പരിചയമുണ്ട് അല്ലെ. സോളിഡ് ലിക്വിഡ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടണം, അല്ലെങ്കിൽ എനർജി കൂടുതൽ അബ്സോർബ് ചെയ്യണം, എസ്പെഷ്യലി ഹീറ്റ് എനർജി അല്ലെ. അതേപോലെ തന്നെ ലിക്വിഡ് ഗ്യാസ് ആവണമെങ്കിൽ അവിടെയും എനർജി കൂടുതലാണ്. കാരണം എന്താ, ഇവിടെ നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന്റെ ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും ഈ പറഞ്ഞ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അഥവാ ഓരോ പാർട്ടിക്കിൾസിനും, കണികകൾക്കും ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യം വളരെ കൂടുതലായിരിക്കും ഇത് ഗ്യാസ്. എന്നാൽ ഗ്യാസിനേക്കാളും കൂടുതലുണ്ടായിരിക്കും പ്ലാസ്മയ്ക്ക്. അപ്പൊ പ്ലാസ്മ എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് സോളാർ എനർജി, സൗര ജ്വാലകൾ. അതേപോലെ തന്നെ നമ്മുടെ ചില നിയോൺ ബൾബുകളിൽ ഈ പറഞ്ഞ പ്ലാസ്മ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലൈറ്റിനിങ് അഥവാ മിന്നൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പ്ലാസ്മ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അമേരിക്കയിലൊക്കെ ഉണ്ടായ ചിലപ്പോൾ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ. പിന്നെ ഒറോറ ബോറിയാലിസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നോർത്തേൺ പോളിലും സൗത്ത് പോളിന്റെയും ഒക്കെ നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിൽ ആകാശം വളരെ ഭയങ്കര വിസ്മയമായിട്ട്, ഒരു മാജിക്കൽ വേൾഡ് പോലെ പല കളറുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ആകാശം ഉണ്ടാവുക അല്ലെ. അത് അതിന് വിളിക്കുന്ന പേരാണ് ഒറോറ എന്നാണ് വിളിക്കാറുള്ളത്. അതും ഈ പറഞ്ഞ പ്ലാസ്മ സ്റ്റേറ്റിന് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില എക്സാമ്പിളുകൾ പ്ലാസ്മക്ക് നമുക്ക് അറിയേണ്ടതുണ്ട്. പ്ലാസ്മയിൽ സാധാരണ പാർട്ടിക്കിൾസുകൾ, കണികകളല്ലുള്ളത്, നേരെ മറിച്ച് അയോണുകളാണ്, ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അവർക്ക് ഗ്യാസിനേക്കാളും കൂടുതൽ എനർജി ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പ്ലാസ്മക്കാണ് ഏറ്റവും കൂടുതൽ. ഇനി 5ാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, BEC, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് വിളിക്കല്. ഇതിനു പുറമെ 5ാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. നമുക്ക് അധികം പഠിക്കാൻ. പക്ഷേ BC നേരെ ഓപ്പോസിറ്റ് ആണ്. സോളിഡിനേക്കാളും എനർജി കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ് അവർക്ക് BECക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ആയിരിക്കും വരിക സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ കൃത്യമായ ആൻസർ ഉണ്ടാവുക. ഓക്കെ, എങ്കിലിതാ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ വലുപ്പം കണ്ടുകൊണ്ട് ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. ലിക്വിഡ് ടു ഗ്യാസ്, ദ്രാവകം വാതകമാകുന്നത്, അതിനെ വിളിക്കുന്ന പേരെന്താണെന്നും കൊടുത്തു നോക്കിയാൽ മതി. സോളിഡ് ടു ലിക്വിഡ്, ഖരം ദ്രാവകമാകുന്നത്, അതിന്റെ പേരെന്താണ്? അപ്പോൾ അങ്ങനെ ചേരുംപടി ചേർക്കുക. വീഡിയോ പോസ് ചെയ്ത് കണ്ട് ചേരുംപടി ചേർക്കുക. എന്നിട്ട് ഈ ഓപ്ഷനിൽ ABCDയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗത്തിൽ കണ്ടുപിടിക്കുക. അത് ഈ വീഡിയോക്ക് താഴെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. നോക്കട്ടെ ആരാണ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ആദ്യം കമന്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും കൃത്യമായി കമന്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ കൂടുതൽ ലൈക്കും കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.